ആഹാ, കുഞ്ഞമ്മേരോടൊന്ന് പറഞ്ഞു വിട്ടാ. ഔത്തുകൾ എവിടെയൊക്കെ ഇറങ്ങാൻ പോയി ഒന്ന് പിടിച്ചാണ് മക്കളെ. ആ, ഇതാണ് അച്ചാമ്മ, അച്ഛന്റെ അമ്മ. ഭാഗ്യത്തിന് നമ്മളെ കല്യാണത്തിൽ വരാൻ പറ്റിയില്ല. നമസ്തേ. നീയാണല്ലോടി കയ്യും കലാശം കാണിച്ച് എന്റെ കൊച്ചുമോനെ മയക്കിയെടുത്തത്. എത്ര പോയിന്റ് ഉൾപ്പെടിയിട്ടുണ്ടടി കയറി വന്നത്? അത് ഇപ്പൊ തന്നെ ഏകദേശം സ്വഭാവം എന്താണെന്ന് മനസ്സിലായി കാണൂല്ലേ? പാടാ അവിടെ കൊച്ചു പെണ്ണ് ഉരുപ്പടിയെ കൂരി കൈ തന്നാടി. ഇല്ല, ഇതൊക്കെ മേടിച്ച് ചൊൽപ്പടിയിൽ വെക്കണ്ടേ, ഇല്ലെങ്കിൽ അവളൊക്കെ തലയെ കയറി നിന്നേരെങ്ങും. ഓക്ക് കെട്ടാൻ വേറെ ആരെയും കിട്ടിയില്ലേ ഇതുപോലത്തെ ഒരു ചെറുക്കൻ? ചേട്ടൻ അമ്മമ്മക്ക് തരാൻ പറഞ്ഞു. ഇതുപോലത്തെ ഒരു ചെറുക്കൻ ഞാൻ വളർത്തിയോണ്ട് പറയല്ല. സർവേശ്വരൻ അവന് നല്ലതേ വരുത്തു. നാരായണ. പക്ഷേ നമ്മളെ എന്തെങ്കിലും സംസാരിക്കുമ്പേ ഒളിഞ്ഞു കേൾക്കണം. വൃത്തികെട്ട സ്വഭാവം ഉണ്ട് കിളവിക്ക്. ഇപ്പൊ തന്നെ നീ പതുക്കെ തിരിഞ്ഞു നോക്കിയാണ് കിളവി അവിടെ എവിടെയും കാണും. കണ്ടുപിടിച്ചു. ഈ ഭഗവത്ഗീത എവിടെയാ വെച്ചേക്കണേ? അതാ വിളക്കിന്റെ മൂട്ടിലുണ്ട് അമ്മാമേ. ഇതൊക്കെ വിളക്കിന്റെ മൂട്ടിലാണോ കൊണ്ട് വെക്കുന്നത്? ഇല്ല ബേബി, പാലൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പീനട്ട് ബട്ടറും ബദാമും മേടിച്ചോളൂ. ഒന്ന് പോ ബേബി ഓടുന്നു. ആര് മക്കളെ? ഗോപിക? അയ്യോ അല്ല, ഇതെന്റെ ബേബിയാ. നമ്മുടെ ബേബിയൊക്കെ ഇതാ ഞാൻ സംസാരിക്കാം. ഒന്ന് പോ അമ്മാമി അവിടുന്ന്. പെണ്ണിന് ബേബി എന്ന് പറയണ ഏതോ ഒരുത്തനായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലല്ലേ? ഒന്നും ഏക്കണില്ലല്ലോ എന്റെ ശ്രീ പപ്പനാവാ.